ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ലൊരു കേസരിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ശരവണ ഭവനിലൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു കേസരി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സെയിം ടേസ്റ്റിൽ കിട്ടുന്ന റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നെയ്യ് വേണം. ഈ നെയ്യ് ന്യൂട്രി ഓർഗ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെതാണ്. ഞാൻ ട്രെൽ ഷോപ്പ് വഴിയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല പ്യുവർ കൗഗിയാണിത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ പാക്കിംഗ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗ്ലാസ് ജാറിലാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ നെയ്യിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാൻ മതിയാവല്ലോ. മെമ്മറി കൂട്ടും, അതുപോലെ ഹോർമോൺസ് ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പിന്നെ മെറ്റബോളിസം റെഡിയാക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നെയ്യ് കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇത് ട്രെൽ ഷോപ്പിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചാൽ, ആദ്യം ട്രെല്ലിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം താഴെ ട്രെൽ ഷോപ്പ് എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ലോറിയൽ, മേബിലിൻ, പിന്നെ മാമ എർത്ത്, എല്ലാത്തിനും നല്ല ഡിസ്കൗണ്ടും കാണുന്നുണ്ട്. 35% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പെർഫ്യൂംസ്, പിന്നെ സ്കിൻ കെയർ, മേക്കപ്പ് ഒക്കെ ഉണ്ട്. ഇനി ഞാൻ ഗീ വാങ്ങിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. ന്യൂട്രി ഓർഗിൻ്റെ A2 റിച്ച് കൗ ഗീ ആണിത്. അത് 500 ml ആണ് കേട്ടോ ഞാൻ വാങ്ങണേ. അങ്ങനെ അത് ആഡ് ടു കാർട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു കൂപ്പൺ കോഡ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ആ കോഡ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ MRP 1599 ഉള്ളത് ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് 1219 ആയി കിട്ടിയിട്ടുണ്ട്. അത്രയും ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ സാധാരണ ഓർഡർ പ്ലേസ് ചെയ്യുന്ന പോലെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക. ഫ്രീ ഹോം ഡെലിവറിയാണ് എല്ലാ പ്രൊഡക്ട്സിനും കിട്ടുന്നത്. പിന്നെ എല്ലാ മോഡ് ഓഫ് പേയ്മെൻറ്റും അവൈലബിൾ ആണ്. അങ്ങനെ ഞാനിപ്പോൾ 3/4 കപ്പ് നെയ്യ് അളന്നെടുത്ത് വെച്ചിട്ട്, ഇനി നമുക്ക് പഞ്ചസാര വേണം. പഞ്ചസാര എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ 2 കപ്പോളം പഞ്ചസാര എടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് മാത്രമേ എടുക്കണുള്ളൂ, കാരണം അതാണ് എനിക്ക് പാകത്തെ മധുരമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ 2 കപ്പ് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് റവ. വറുത്തിട്ടുള്ള റവ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ലൂസായിട്ട് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പാക്കറ്റിൽ വരുന്ന റവയാണ്. ഇനി കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ വേണം. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽക്കൊരു 3 ഏലക്കായും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് കേസരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം സ്റ്റവ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്കായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 3/4 കപ്പ് നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരാം. ഓവറായിട്ട് കളറ് മാറൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് ആയാൽ തന്നെ നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള 1 കപ്പ് റവ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. റവ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഇതാ നെയ്യിലിട്ട് നല്ല പോലെ വറുത്തെടുക്കണം. ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ അളവ് വരുന്നത്. ഇനി വെള്ളം കൂടെ ചേർത്തിട്ട് ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ ഇത് കട്ടിയാവാനായിട്ട് തുടങ്ങും. അപ്പം ഇത് ഇളക്കാൻ കുറച്ചും കൂടെ സുഖത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1.5 കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി ഫുഡ് കളറും കൂടെ ചേർത്താണ്. ഇത് ഓറഞ്ച് ഫുഡ് കളറാണ്. സാധാരണ നമ്മൾ ഇങ്ങനെ കേസരി വാങ്ങുമ്പോൾ ഒന്നുകിൽ ഓറഞ്ച് കളറ് അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ കളറ്, ഈ 2 കളറിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പം ഓറഞ്ച് കളറിലാണ് ചെയ്തെടുക്കണേ. അങ്ങനെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല പോലെ ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് തുടങ്ങും. പഞ്ചസാര കലിഞ്ഞ് ഒരു വെള്ളം പോലെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കാൻ പോണത് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഏലക്കായൻ്റെ പൊടിയാണ്. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ടുള്ളത് അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നെയ്യ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഇപ്പം നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് സെർവ് ചെയ്യാം.
ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഇങ്ങനൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ട് നമുക്ക് നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ കേസരിയിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാനും പറ്റും. ഞാൻ ഇങ്ങനെ കഴിക്കാനാണ് പ്രിഫർ ചെയ്യൽ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. പിന്നെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമ്മൾ കേക്കിൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കേസരിൻ്റെ റെസിപ്പി. നമ്മൾ ഫ്ലാറ്റ് എടുത്തിട്ട് ഒരു 2-3 ദിവസം ആയിട്ടുണ്ടെങ്കിലും ക്ലീൻ ചെയ്യാനൊന്നും പോയിട്ടില്ലേനു. കുറച്ച് തിരക്കൊക്കെ കാരണം ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങിനായിട്ടാണ് പോണത്. അവിടെ കിച്ചൺ കബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ വരുന്ന താത്തനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറംഭാഗം വരുന്നത്. ഇവിടെ 2 റൂമും ഒരു ഹാളും കിച്ചണും ഒക്കെ ആയിട്ടാണുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടേബിളും ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇനി കൊണ്ടുവരാനുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റിന് ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ചെടികളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ അങ്ങോട്ട് നല്ലോണം വെള്ളം അടിക്കുന്നുണ്ട്. അത് കാരണം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാശമായിട്ട് പോകും. കാരണം ചെടികൾക്കൊന്നും അധികം വെള്ളം വേണ്ടല്ലോ. അപ്പോൾ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ചീഞ്ഞു പോകുമെന്നുള്ള പേടിയുണ്ട്. ഒന്നും ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഫ്ലോറും കബോർഡ്സും ഒക്കെ ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അന്ന് ക്ലീനിങ് മാത്രമാണ് നടന്നിട്ടുണ്ടായത്. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ. അത്രയും സമയം ക്ലീൻ ചെയ്തു. കാരണം നല്ലോണം പൊടി ഉണ്ടായിനി. ഈ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞപ്പം ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ നല്ലോണം പൊടി കിടക്കുന്നുണ്ടായിനി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സഫ്ര എന്നാണ് ഇവരുടെ പേര്. പരപ്പനങ്ങാടി ഭാഗത്താണ് സ്ഥലമുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മുന്നേ നമ്മുടെ ബിസിനസ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടേനി, എനിക്കിങ്ങനെ ഒരു ഹോം ഗാർഡൻ ഉണ്ട്, ഒന്ന് വരികയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. നല്ല ലേറ്റായിപ്പോയി. മഗ്‌രിബിൻ്റെ ആ ഒരു സമയത്താണ് ഞാനിവിടെ എത്തിയത്. കാരണം അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നല്ല ലേറ്റായി. അപ്പോൾ ഇവിടെ ഞാൻ ഒരുപാട് പ്ലാൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ നമ്മുടെ ഇൻഡോർ പ്ലാൻസിൻ്റെ വീഡിയോ ഇൻഷാല്ല ഞാൻ കുറേ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ആക്കാം. ഇതിപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടുന്ന് എടുത്തിട്ട് കൊണ്ടുപോവാണ്, ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഉമ്മ ഉണ്ട്, പിന്നെ മൂത്താപ്പൻ്റെ കൂടെ അനിയന്മാരുണ്ട്. ഒരനിയൻ ആ ലോറിയിലാണ് കേട്ടുള്ളത്. അതിൽ സോഫ, പിന്നെ അൽമാര, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇതന്നെയാണ് പണി. ഇങ്ങനെ പാക്ക് ചെയ്യുക, എന്നിട്ട് സാധനങ്ങൾ കൊണ്ടുപോവുക, അവിടെ എല്ലാം അടുക്കി പെറുക്കി വെക്കുക. ഇതന്നെയായിരുന്നു, തീരണില്ല സാധനങ്ങൾ കൊണ്ടുപോയിട്ട്. അപ്പം ഇപ്രാവശ്യം ഗ്യാസും പിന്നെ എന്താ പറയുക അവനും എല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെത്തിയിട്ട് എല്ലാം ഫ്ലാറ്റിലേക്ക് കയറ്റിയിടുകയാണ്. ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റ്സ് ഞാൻ കുറച്ചെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇൻഷാല്ലാ എനിക്കത് നല്ലപോലെ സെറ്റ് ചെയ്തിട്ടൊരു വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഈ ഒരു റൂം ഞാനിൻ്റെ ഒരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കിപ്പം കിച്ചണിൽ വീഡിയോ എടുക്കാനുള്ളതും, അതായത് കുക്കിംഗ് വീഡിയോസ് ചെയ്യാനുള്ളതും, പിന്നെ നമ്മുടെ ഹോൾ വീഡിയോസ് അതിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് ആ റൂം വിചാരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ദാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതെല്ലാം അതിൻ്റെതായിട്ടുള്ള പെട്ടികൾക്കും ഒക്കെ മാറ്റി വെക്കുകയാണ്. എല്ലാം ചെറിയ സാധനങ്ങളാണ്. നമ്മുടെ കേക്കിൻ്റെ ടൂൾസും പിന്നെ അതും ഇതൊക്കെ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. കേക്കിൻ്റെ ടൂൾസ് തന്നെ അറിയാമല്ലോ, കുഞ്ഞു സാധനങ്ങളാവും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഒരു കവറിലാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം അതിൻ്റെതായിട്ടുള്ള സ്ഥലത്തേക്ക് വെക്കുകയാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇനിയും വാങ്ങിക്കാനുണ്ട്. കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ പൊടികൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രാമനാട്ടുകാരുള്ള ഭാരതിലാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ള. നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ. മീൻസ് നമ്മളിപ്പം വേറെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല പ്രൈസ് കുറഞ്ഞിട്ടാണ് ഇവിടെ കിട്ടണത്. അപ്പം ഉമ്മ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഞാൻ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയിട്ട് ആദ്യമായിട്ട് ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ്. സാധാരണ പുതിയ വീട്ടിൽ നിന്ന് എല്ലാവരും പാലല്ലേ കാച്ചൽ, നമ്മൾ ഇപ്രാവശ്യം ചായ കാച്ചിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചേന്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഓരോന്ന് ബോക്സിലേക്ക് ആക്കിയൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ അതാ നമ്മുടെ ഫസ്റ്റത്തെ ചായ ഇവിടുന്ന് ഉണ്ടാക്കുകയാണ്. പിന്നെ നമുക്ക് നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടേനോ, ഇൻഡോമി. അപ്പം അതും കൂടെ ഞാൻ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ നൂഡിൽസും മുട്ട പൊരിച്ചതും ചായയൊക്കെയാണ് കേട്ടോ ഇവിടുന്ന് ഫസ്റ്റായിട്ട് കഴിക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ ഫ്ലാറ്റിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ ഞാനിനി ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്